ദേഹമാസകലം ഭസ്മം പൂശിയവർ, ജടമൂടിയ ശിരസും കാവി പുതച്ച ശരീരവും. ഉത്തർപ്രയാഗ്രാജിൽ നടന്നുവരുന്ന കുംഭമേളയുടെ രൂപമാണിത്. കുംഭമേളയിലെ സ്ത്രീ നാഗസാധുക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാലും പരാമർശിക്കപ്പെടാത്ത സ്ത്രീകളായ നാഗസാധുക്കളുടെ ജീവിതം മറ്റൊരു വിസ്മയമാണ്. പലപ്പോഴും നാഗസാധുക്കളിൽ പുരുഷന്മാരെ മാത്രമാണ് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാറ്. എന്നാൽ അതികഠിനമായ നിഷ്ഠകളിലൂടെ പുരുഷ സാധുക്കൾക്കൊപ്പം ഉയർന്ന തലത്തിലേക്ക് കടക്കുന്നവരാണ് സ്ത്രീകളായ നാഗസാധുക്കളും. നാഗസാധുവാകാൻ ഒരു സ്ത്രീ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒട്ടും സരളമായിരിക്കില്ല തുടർന്നുള്ള യാത്ര. ഭാര്യയായും സഹോദരിയായും അമ്മയായും ഒക്കെയുള്ള ഭൂതകാല ജീവിതത്തിന് പിണ്ടം വെച്ചു വേണം അതിനൊരുങ്ങുവാൻ. നാഗസ്വാധിയായി മാറുന്നതിന് 6 മുതൽ 12 വർഷം മുൻപ് തന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഗുഹകളിലും വനാന്തരങ്ങളിലും പർവ്വതങ്ങളിലും ഏകാന്തമായി തപസ് അനുഷ്ഠിക്കണം. അഗാഢകളിലെ കർശനമായ അനുഷ്ഠാനങ്ങൾ പാലിച്ച് ജീവിക്കണം. തുന്നലുകൾ പാടില്ലാത്ത കാവി വസ്ത്രങ്ങൾ ധരിക്കാം. ഗണ്ഡി എന്നാണ് ഈ വസ്ത്രം അറിയപ്പെടുന്നത്. നെറ്റിയിൽ തിലകമണിയണം. ജടാധാരിയായി മാറണം. സന്യാസം സ്വീകരിക്കുന്ന വേളയിൽ പിണ്ടദാനം എന്നറിയപ്പെടുന്ന ചടങ്ങ് സ്വയം നിർവഹിക്കണം. നിലവിലെ ജീവിതവും പുനർജന്മത്തിനും പിണ്ടം വെക്കുന്നതാണ് ഈ ചടങ്ങ്. അതുവരെ അനുഭവിച്ചു വന്ന എല്ലാ സുഖദുഃഖങ്ങളും ത്യജിച്ച് തന്നെ പൂർണ്ണമായും പരമേശ്വരന് അർപ്പിച്ചുകൊണ്ടുള്ളതാകണം നാഗസ്വാധിയുടെ പ്രയാണം. മഹാകുംഭമേള ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26 സമാപിക്കും. നാഗസാധുവാകാൻ ഒരു സ്ത്രീ തയ്യാറെടുക്കുമ്പോൾ പ്രാരംഭ പ്രക്രിയകൾ അതികഠിനമാണ്. പുരുഷ സാധുക്കളേതുപോലെയുള്ള എല്ലാ നടപടിക്രമങ്ങളിലൂടെയും സ്ത്രീ കടന്നു പോകണം. തന്റെ ഗുരുവിൽ പൂർണ്ണമായും അർപ്പിതയാവണം. പരീക്ഷണങ്ങളും വിചാരണകളും നേരിട്ട് പരിശീലനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഇതിന്റെ ആദ്യഘട്ടം ഞാൻ എന്ന ഭാവത്തെ ത്യജിക്കുക എന്നതാണ്. അഹംബോധം, മോഹം, സ്വത്വം എന്നിവ ത്യജിക്കണം. കുംഭമേള സമയത്ത് താമസം ഓരോ അഗാഢകളിലും സ്ത്രീ സ്വാധികൾക്കായി പ്രത്യേകം താമസ സൗകര്യം അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പുരുഷ നാഗസാധുക്കൾ സ്നാനം നിർവഹിച്ചതിനു ശേഷമേ ഇവർക്ക് സ്നാനത്തിന് കഴിയുകയുള്ളൂ. അഗാഢകളിൽ മായി, അവധൂതനി, നാഗിൻ എന്നീ പേരുകളിലാണ് നാഗസ്വാധിനിമാർ അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട അഖാഡകളിലൊന്നായ ജൂന അഖാഡയുടെ വക്താവായ ശ്രീമഹത് നാരായൺഗിരി പറയുന്നത് 5000-ഓളം പുതിയ നാഗസന്യാസിമാർ തങ്ങളുടെ അഖാഡയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. സമാനമായി മറ്റ് അഖാഡകളിൽ സന്യാസം സ്വീകരിക്കപ്പെട്ടവർ നിരവധിയാണ്. ഇത്തവണ 40 കോടി തീർത്ഥാടകർ 1 മാസത്തിലധികം നീളുന്ന ചടങ്ങുകളിൽ ഭാഗമാക്കാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 24 കോടി പേർ പങ്കെടുത്തിരുന്നു. 1.5 നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള എന്ന പ്രത്യേകത ഉള്ളതിനാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒട്ടേറെ പേർ മേളയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തും. മേളയ്ക്ക് മുന്നോടിയായി നടന്ന സ്നാനത്തിൽ മാത്രം 25 ലക്ഷം പേരാണ് പങ്കെടുത്തത്. 3 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ സ്നാനഘട്ടങ്ങളിൽ കുംഭമേളകൾ നടക്കാറുണ്ടെങ്കിലും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്. 1936 ഇത്തരത്തിൽ മഹാകുംഭമേള അവസാനമായി നടന്നത്. ഇനി നടക്കേണ്ടത് 2080 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് അർദ്ധ കുംഭമേള. 2019 ഏറ്റവും ഒടുവിലായി അർദ്ധ കുംഭമേള നടന്നത്. 12 വർഷത്തിൽ ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള. പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക. വ്യാഴം ഗ്രഹം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടുന്ന സമയമാണ് 12 വർഷം. അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഉത്തമ അവസരമാണ് കുംഭമേള. ഭൗതിക ജീവിതത്തോട് വിട ചൊല്ലി ആത്മീയ കാര്യങ്ങളിൽ മുഴുകാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്യാസ ദീക്ഷ സ്വീകരിക്കാൻ മേള അവസരമൊരുക്കും.